ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലുമായി ഏകദേശം 60,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ദക്ഷിണേഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാര വിനോദസഞ്ചാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കരുത്തുറ്റ ഇടനാഴിയായി വടക്ക് കിഴക്ക് മേഖല ഉയർന്നുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉത്തർപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നാളെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർക്കുമടക്കം ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത 7 നിന്ന് 9% ഉയർത്തി. വിരമിച്ച വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷാമാശ്വാസം ഉയർത്തിയതായും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടം. 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ തിരമാലയിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. തിരമാല ശക്തമായിട്ടും ആളെ കയറ്റിയതാണ് അപകട കാരണമെന്ന് ലൈഫ് ഗാർഡ് പറഞ്ഞു. അപകട സ്ഥലം കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ സന്ദർശിച്ചു. അപകടം ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ മന്ത്രി പി. എ. മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് കേരള സർക്കാർ. ഈ ആവശ്യമുന്നയിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. 2025 നവംബറോടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം പൂർണ്ണമായി മുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബിഡിജെഎസ് 2 ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ കെ. എ. ഉണ്ണികൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. കോട്ടയത്തും ഇടുക്കിയിലും സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. കൊല്ലം നഗരപാത വികസന പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. 436.15 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുക്കൽ നിർദ്ദേശമാണ് അംഗീകരിച്ചതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതുക്കിയ മാനദണ്ഡ പ്രകാരം ബ്ലഡ് ബാങ്ക് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണം തടയാൻ പുലർകാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് മന്ത്രി എ. കെ. ശശീന്ദ്രൻ. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച പാലാട്ട് അബ്രഹാമിന്റെ വസതി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാത്തമംഗലത്തെയും സമീപത്തെ 7 പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കോഴിക്കോട് കൂളിമാട് PHED ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാത 66ന്റെ ഭാഗമായി തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തു. ധർമ്മശാലയിൽ ഇംഗ്ലണ്ടിനെതിരായ 5ാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഇന്നിംഗ്സിനും 64 റൺസിനുമാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ 4-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടത്തിനായി സർവീസസും ഗോവയും ഏറ്റുമുട്ടുന്നു. ഇറ്റാനഗറിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം 2024ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് UP സ്കൂളിൽ മന്ത്രി വി. ശിവൻകുട്ടി നിർവഹിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി വളർന്നതിന്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമാണ് സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ആർ. ബിന്ദു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ കലോത്സവം കൊല്ലം ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലോകത്തെ മികച്ച തൊഴിലവസരങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന മനുഷ്യ വിഭവശേഷി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് മന്ത്രി എം. ബി. രാജേഷ്. പാലക്കാട് ജില്ലാ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജനയിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ അലുമിനി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംബേദ്കർ ഗ്രാമ പദ്ധതി രൂപീകരണത്തിൽ സ്വാഭാവിക ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും ജലലഭ്യത ഉറപ്പാക്കണമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കുറുമ്പാലൂർ പൂങ്ങാട് അംബേദ്കർ സ്വാശ്രയ ഗ്രാമ പദ്ധതി ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.